യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അത് എല്ലാവിടെയും ഈ മരിച്ചുപോയ ദീപക് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീഡിയോകളും പോസ്റ്റുകളുമാണ് നിറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിലെനിക്ക് വീഡിയോ ഞാൻ ഇടണം എന്ന് ആഗ്രഹിച്ചില്ല. പക്ഷെ വീണ്ടും എനിക്കൊരു തോന്നല്, കാരണം നമ്മളെല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചാലാണ് ആ ഒരു താടക എന്താ അതിനെ പറയുക, പിശാജ്, മനുഷ്യ പിശാജിന് ഒരു എന്തെങ്കിലും തരത്തിലൊരു ശിക്ഷ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനും കൂടി ഇത്ര ലേറ്റായിട്ട് ഞാൻ വീണ്ടും എനിക്കെന്താണെന്ന് വെച്ചാൽ ആ അമ്മയുടെ, അതായത് ആ ദീപക് പറഞ്ഞ ആ സഹോദരൻ്റെ അമ്മയുടെ കരച്ചിലും അച്ഛൻ്റെയും ആ ഒരു വിഷമം കണ്ടപ്പോൾ നെഞ്ച് പൊട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്കും മനസ്സിനെ തളർത്തി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എത്ര പേര് കാണുമെന്നറിയില്ല, പക്ഷെ എന്നാലും എല്ലാവരും ഇടണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആ പിശാചിന് ഒരു ശിക്ഷ വാങ്ങി കൊടുക്കണം നമ്മൾ മലയാളികളെല്ലാവരും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആ ഒരു പാവം മനുഷ്യനെ മനം നൊന്താണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. അതിനുള്ള ശിക്ഷ ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാ മലയാളികളും രംഗത്തിറങ്ങണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഇങ്ങനെ വീഡിയോ ഇട്ട പലരും കാണും, എങ്ങനെയെങ്കിലും, അതായത് ഏത് തരത്തിലാണ് നമ്മുടെ ഇവിടുത്തെ നിയമം, ഇന്ത്യത്തെ നിയമം എത്രത്തോളം നല്ലതാണെന്നൊന്നും അറിയില്ല, എങ്കിലും അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വായിൽ വരുന്നത് വളരെ മോശം വാക്കുകളാണ്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു തെറ്റും ചെയ്യാതെ ആ മനുഷ്യൻ ആ ബസ്സിൽ നിൽക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണില്ലേ. ആ മനുഷ്യൻ നിൽക്കണ ആ ഒരു പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ, ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിഞ്ഞൂടെ ആ മനുഷ്യൻ ഇങ്ങനെ ഒരു ചിന്തയിലേ അല്ല നിൽക്കണമെന്ന്. അതിന് സൈക്കോളജി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ ചെറിയതായിട്ടുള്ള ഒരു കോമൺ സെൻസ് മാത്രം മതി. അദ്ദേഹം ആ മറ്റേ കയ്യിലൊരു ബാഗുണ്ട്, അത് ഈ കയ്യിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കയ്യൊന്നിങ്ങനെ തട്ടിയതാണ്. അവൾ ആ സമയത്ത് അവളുടെ മുഖത്തുള്ള ഒരു പുഞ്ചിരി, സന്തോഷം കണ്ടോ നിങ്ങൾ? ഒരു പെണ്ണിന് ഇങ്ങനെയാണോ ഉണ്ടാവുക? ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണ സമയത്ത് നമ്മളൊന്ന് പുറകോട്ട് മാറില്ലേ. പക്ഷെ ഇവളെന്താ ചെയ്തിരിക്കുന്നത്, തട്ടാൻ വേണ്ടി വന്ന് നിൽക്കുകയായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുത്തിരിക്കുന്നതോ അത് ചില ഭാഗങ്ങൾ കുറച്ച് സ്ലോ ആക്കിയിട്ട് ചില ഭാഗങ്ങൾ ഫാസ്റ്റ് ആക്കിയിട്ടൊക്കെയാണ്. കാരണം എന്നാലല്ലേ അവൾ ഉദ്ദേശിച്ച തരത്തിൽ കിട്ടാൻ പറ്റൂ. പിന്നെ അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടച്ചിങ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ അത് മുഖത്ത് കാണാൻ പറ്റും. ആ ഒരു നമ്മുടെ മുഖത്തിന്, അതായത് മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം പറയണ പോലെ. ഇപ്പം നമുക്കൊരു ബാഡ് ടച്ച് ഉണ്ടായി എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് കാണും. മനസ്സിലായില്ലേ? ഈ പെണ്ണാണെങ്കിൽ ആ താടക അത് പുഞ്ചിരിച്ചോണ്ട് അവളുടെ മുഖം ഇങ്ങനെ ചുമരിലിട്ട് ഉരയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത് ആ ചിരി കാണുമ്പോൾ. അവൾ ഈ ചിരിച്ചോണ്ട് നിൽക്കണ കണ്ടില്ലേ, അപ്പം തന്നെ അറിഞ്ഞൂടെ ഇത് പഠിച്ച കള്ളി, ഭൂലോക കള്ളി, ലോക ഉഡായിപ്പ്. ഇവളെ കണ്ടല്ലോ കെട്ടിയിട്ട് മരത്തിൽ കെട്ടിയിട്ടിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ അമ്മ ഒരു അമ്മയ്ക്ക് ലോകത്തിൽ വെച്ചിട്ട് നമ്മൾ പറയണ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് പുത്ര ദുഃഖമാണ് അല്ലേ. ആ അമ്മയുടെ ആ വിഷമം കാണുമ്പോൾ നെഞ്ച് പൊട്ടുകയാണ്. അത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നിയത്. ആ ദുഃഖം നമ്മൾ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്നും പോവില്ല, അത് ഉറപ്പാണ്. കർമ്മ പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യൻ. അപ്പോൾ ചിലർ ചോദിക്കേണ്ടായിരുന്നു എന്തിനാ മനുഷ്യൻ ആത്മഹത്യ ചെയ്തെന്ന്. എല്ലാവരും ഈ താടകയെ പോലെ എല്ലാം അഭിമാനം വിറ്റ് ജീവിക്കണതല്ല. അദ്ദേഹം സ്വത്തിനും പണത്തിനെക്കാട്ടും അഭിമാനത്തിന് വില കൽപ്പിക്കുന്ന ആളായിരിക്കും. അതാണ് അദ്ദേഹത്തിന് ചെറുതായി ഒന്ന് കേൾക്കുമ്പോഴേക്കും അത് മനസ്സിൽ ഫീലായത്. ഈ താടകയെ പോലെ നാണോ മാനോ വിറ്റ് നടക്കണവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും കേരളത്തിലത്തെ മലയാളികളോട് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും ഇതുപോലെ പ്രതികരിക്കുക, വീഡിയോ ഇടുക, എങ്ങനെയെങ്കിലും ആ ഒരു മനുഷ്യ പിശാചിനെ എന്താ പറയുക, അവളെ പുറം ലോകം കാണിക്കാത്ത വിധത്തിൽ അവൾക്കൊരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അത്രേ പറയാനുള്ളൂ. പക്ഷെ നമ്മുടെ ശിക്ഷ എത്രത്തോളം ശക്തിയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളെല്ലാവരും ഒത്തുനിന്ന എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും അവൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുൽ വ്ളോഗ് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിൽ ആ വ്യക്തി ഇതിനെതിരെ വളരെ ശക്തമായും വളരെ മാന്യമായി പ്രതികരിച്ചിട്ടുണ്ട്. ഈ പെണ്ണിനെ എത്രത്തോളം വിളിക്കാൻ പറ്റണോ ആ വാക്കുകളെല്ലാം വിളിച്ച് ശരിക്കും നല്ലൊരു ഇങ്ങനെയാണ് എല്ലാവരും പെരുമാറേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ അത്രത്തോളം തന്തയില്ലായ്മ തരാണ് ഈ പെണ്ണ് കാണിച്ചിരിക്കുന്നത്. അവൾക്ക് ഈ അതുൽ വ്ളോഗിൽ കൊടുത്ത മറുപടി തന്നെയാണ് ശരിക്കും അവൾ അർഹതപ്പെട്ടത്. ബാക്കിയുള്ളവരെല്ലാം കുറച്ചൊക്കെ മര്യാദയോടുകൂടി സഭ്യതയോടുകൂടിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൾക്ക് ആ ഒരു സംസാരം യോജിക്കില്ല. ഈ അതുൽ വ്ളോഗ് ചെയ്ത പോലെ തന്നെ എല്ലാവരും കണക്കിനിട്ട് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് കണ്ടപ്പോഴാണ് എനിക്കും ആവേശം മൂത്തത്. എനിക്കും എന്തെങ്കിലും പറയണം. ഈ ഒരു പെണ്ണിനെ എങ്ങനെയെങ്കിലും നാലാളുടെ മുന്നിൽ കൊണ്ടിട്ടിട്ട് അവളെ വലിച്ചു കീറണം എന്ന് എനിക്ക് തോന്നിയതും എനിക്ക് ആവേശം തന്നതും എനിക്ക് ഈ അതുൽ വ്ളോഗ് കണ്ടപ്പോഴാണ്.
ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഒരു എന്താ പറയുക ഒരു പരിഗണനയും കിട്ടാത്തൊരു നാടായതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നാടാണ്. കാരണം സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് മാത്രം എന്താണ് സത്യമാണ്, അത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കോടതിയും അതുപോലെ പോലീസും. സത്യം പറഞ്ഞാൽ അതാണ്. പുരുഷന്മാരെ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കണം. എല്ലാ പുരുഷന്മാരും അല്ല പറയുന്നത്, ചിലവരൊക്കെ തെറ്റ് ചെയ്യണവരുണ്ട്, ഇല്ല പറയുന്നില്ല. പക്ഷെ അതിലെല്ലാം ഉപരി ഈ പെണ്ണുങ്ങൾ വളരെ മോശം പ്രവൃത്തികൾ ചെയ്യണവരുണ്ട്. എന്നാൽ അവൾ അതിജീവിത, അവൾക്കൊപ്പം. പിന്നെ അതുപോലെ അവളെ പുറത്ത് കാണിക്കുമ്പോൾ മുഖം മറച്ച് കാണിക്കുക, അവളുടെ പേര് പറയാതിരിക്കുക. ഈ ഷംജിത പറഞ്ഞാൽ ഈ വൃത്തികെട്ട പെണ്ണിൻ്റെ പേര് നാലാളറിയെ പറഞ്ഞ് നടക്കും വേണം. അവളുടെ മുഖം ഈ വലിയ പോസ്റ്ററിലെ എല്ലാ ജംഗ്ഷനിലും വെക്കും വേണം. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തിന് ഇവളെ മറച്ചു വെക്കണം? ഇത്രത്തോളം വൃത്തികേട് കാണിച്ച് അവൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ നോക്കില്ലേ? അവൾ എന്തിനി മറച്ചു വെക്കണം? അവൾക്ക് റീച്ച് കിട്ടട്ടെ. വീണ്ടും നിങ്ങൾ മലയാളം ന്യൂസിലൊക്കെ അവളുടെ മുഖം ഇങ്ങനെ ബ്ലറാക്കി എന്തിനു കാണിക്കണം? എനിക്കതാ മനസ്സിലാവാത്തത്. അവൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തെണ്ടിത്തരങ്ങൾ മുഴുവൻ കാണിച്ചതും ഒരു മനുഷ്യൻ്റെ ജീവൻ പോയതും. കാരണം ആ അമ്മയുടെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും എൻ്റെ ഭഗവാനെ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. കാരണം ആ കണ്ണിൽ ആ ഒരു അമ്മയുടെ കരച്ചിലാണ്. എന്താ മോനെ, എന്തിനാ മോനെ നീ ഇങ്ങനെ ചെയ്തത്? നിൻ്റെ അയ്യോ അതൊന്നും പറയാൻ പറ്റണില്ല. അത്രയ്ക്കും ഫീലാവും. കാരണം നമ്മളും ഒരു അമ്മയാണ്. അപ്പം നമുക്കറിയാം ആ അമ്മയുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇതിന് പെണ്ണായിട്ട് കാണാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി അവൾ ചെയ്യില്ല. അവൾ പെണ്ണുമല്ല, എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ പിശാചിനെ. ഇത് പിശാച് എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പിശാചിനെ കേരളത്തിലെല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോ ഇടുക, അതുപോലെ പ്രതികരിക്കുക. കാരണം എത്രത്തോളം അവൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ അവളുടെ മുഖം എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ പുറത്തിറങ്ങാൻ അവൾക്ക് അവസരം കൊടുക്കരുത്. ഇനി അവൾ പുറത്തിറങ്ങരുത്. അവളുടെ മറ്റേ സ്ഥലമൊക്കെ മുട്ടിക്കാൻ വേണ്ടി അവൾ നടക്കണ്ടല്ലോ, അങ്ങനെ ഒരു മുട്ടാൻ അവൾക്ക് ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കരുത്. എല്ലാം അവളെ പിടിച്ച് കെട്ടിയിടുക വേണ്ട. കെട്ടിയിട്ടിട്ട് നാട്ടുകാർക്ക് കൊടുത്താൽ മതി. നാട്ടുകാരെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളും. അങ്ങനെ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അങ്ങനെ ഒരു നിയമം വന്നിരുന്നെങ്കിൽ ഒരെണ്ണം ഇതുപോലെ മീഡിയ തൂക്കി പിടിച്ച് നടക്കുക, അല്ലെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളെ ദ്രോഹിക്കുക, ആണുങ്ങൾ അതുപോലെ പെണ്ണുങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിക്ക് മുതിരില്ലായിരുന്നു. അതായത് പബ്ലിക്കിന് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അറിയുള്ളൂ ഇവളെ പോലെയുള്ള വൃത്തികെട്ട പരിപാടി ചെയ്യണം. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ കൊന്ന ഇവളെ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. അത്രയ്ക്കും നമുക്ക് എന്താണ് നമ്മൾ പറയില്ലേ, ചോര തിളക്കിയാന്ന്. സത്യം പറയാൻ തിളക്കിയാണ്. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഈ അതുൽ വ്ളോഗ് പറഞ്ഞ ഒരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാനുണ്ട്. കാരണം എല്ലാവരും മീഡിയ തൂക്കി പിടിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ആ മരിച്ച ദീപക് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും ചോദിക്കേണ്ട എന്താ വേണ്ടത്, എങ്ങനെ ഈ പറഞ്ഞ മീഡിയക്കാർ ഈ ഒരു പിശാചിൻ്റെ നാട്ടിൽ പോയിട്ട്, പിന്നെ ഇവള് വലിയ ഇതാണെന്ന് പറയണ്ടല്ലോ, മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ എന്തൊക്കെയായിരുന്നു എന്ന് അവിടെ പോയിട്ട് അവൾ നടത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാൻ ഈ മീഡിയക്കാർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്താ അവൾ പെണ്ണായതുകൊണ്ടോ? നാണോ മാനോ കുറച്ചെങ്കിലും ഉളുപ്പം ഉണ്ടെങ്കിൽ എൻ്റെ മീഡിയക്കാരെ നിങ്ങൾ അവിടെ പോയിട്ടാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഈ പാവം കരഞ്ഞു കിടക്കണം അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ ക്യാമറ കൊണ്ടുവച്ചല്ല നിങ്ങൾ വീഡിയോ എടുക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പിശാചിൻ്റെ വീട്ടിൻ്റെ അവിടെ പോയി വീഡിയോ വെക്കുക. എന്നിട്ട് അവിടുത്തെ നാട്ടുകാരോട് ചോദിക്കുക, എങ്ങനെയാണ് ഈ മോള് എത്രത്തോളം മിടുക്കിയാണ്, ഇവള് ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പരിപാടിയിൽ കൂടെയാണോ റീച്ച് ഉണ്ടാക്കിയിരിക്കണമെന്നൊക്കെ അപ്പം നമുക്കറിയാൻ പറ്റും. മനസ്സിലായല്ലോ? ഇത്ര എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയെങ്കിലും എല്ലാവരും റിയാക്ട് ചെയ്യുക. എങ്ങനെയെങ്കിലും ഇവളെ പരമാവധി അവൾക്ക് എത്ര ശിക്ഷ കിട്ടണോ ആ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും അതന്നെ പറയണം. എങ്ങനെയെങ്കിലും അവളെ പബ്ലിക്കിന് മുന്നിലെത്തിക്കുക. ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് എല്ലാവരും പറയണത്. പാവം ആ മനുഷ്യൻ്റെ ഒന്നും പറയാനില്ല. അവരുടെ അമ്മയുടെ ആ കണ്ണീര് ഒരമ്മയുടെ മനസ്സൊന്നും പോവില്ല ഈ ജന്മത്തിൽ. അയാൾക്ക് ദീപക് പറഞ്ഞ അദ്ദേഹത്തിന് നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ താടകയെ വലിഞ്ഞു മുറുക്കി കെട്ട് തന്നെ വേണം. അത്ര എനിക്ക് പറയാനുള്ളൂ.